നമസ്കാരം പ്രേക്ഷകരെ, വലിയ നമസ്കാരം. നോക്കൂ, കഴിഞ്ഞ മണിക്കൂറിലൊക്കെ വലിയ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് IFFK ഉണ്ടല്ലോ, ഫിലിം ഫെസ്റ്റിവൽ. ആ IFFKയിൽ കേന്ദ്രം ഒരുപാട് സിനിമകളുടെ പേര് വെട്ടിയത്രേ. നമുക്കറിയാം ഏതൊക്കെ പേരുകളായിരിക്കും വെട്ടിയത് എന്നുള്ളത്. പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യത്തേക്ക് നടത്തിയ അധിനിവേശം നടത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ ഉപദ്രവിക്കുന്നു. കുഞ്ഞു മക്കളടക്കമുള്ള ആളുകളെ ബലാത്സംഗം ചെയ്തും അതുപോലെ സ്ത്രീകളെയൊക്കെ അവരുടെ ഭാര്യ, സഹോദരി, അമ്മമാരെ വരെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരത ചെയ്ത് ആ ഭീകരന്മാരുള്ള ഹമാസിനെ വെളുപ്പിക്കുന്ന, ഇസ്രയേലിനെയും പലസ്തീനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഈ ഹമാസ് ഭീകരന്മാരെ മാറ്റിവെച്ച് പലസ്തീനിന്റെ കണ്ണീര് മാത്രം കാണുന്ന ഈ ദുഷ്ടവർഗം ഇറക്കിയിട്ടുള്ള സിനിമകൾ, ഇത്തരത്തിൽ ഒട്ടേറെ 19ഓളം സിനിമകളാണ് IFFKയിൽ പ്രദർശനാനുമതി കേന്ദ്രം കട്ട് ചെയ്തത്. ഇനി ഇതിൽ വേറെ രസകരമായിട്ടുള്ള കാര്യം എന്തെന്നറിയാമോ? ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് വരുന്ന സിനിമകളുണ്ടല്ലോ, ആ വിദേശ സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മാസം മുൻപെങ്കിലും കേന്ദ്രത്തിന് അത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്രം അത് വിശദമായി പഠിച്ചുകൊണ്ട് അതിൽ ഇത്തരത്തിൽ രാജ്യവിരുദ്ധപരമായിട്ടുള്ള പരാമർശങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാജ്യത്തിന്റെ നിലപാടിന് അഗെയിൻസ്റ്റ് ആയിട്ട് വല്ലതുമുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് തന്നെയാണ് പെർമിഷൻ കൊടുക്കുക. കാരണം നമ്മുടെ രാജ്യത്തിന് അകത്തിറങ്ങുന്ന സിനിമകൾ നമ്മൾക്കറിയാം സെൻസർ ബോർഡ് കണ്ടു തന്നെയാണ് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അത്തരത്തിൽ സെൻസർ നൽകാത്ത ഈ വിദേശ സിനിമകൾക്ക് വേണ്ടി 1 മാസം മുൻപെങ്കിലും മിനിമം അപേക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾക്കറിയാം എല്ലാതും വിവാദം വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ നടക്കുന്ന പിണറായി തമ്പ്രാനും പിന്നെയോ ഈ തമ്പ്രാന്മാർ സുഖിപ്പിക്കുന്ന ഒരുപാട് മദ്രസ പൊട്ടന്മാരും അതിൽ ആഹ്ലാദം കണ്ടെത്തി നരേന്ദ്രമോദിജിക്കും RSSനും BJPക്കും ഹിന്ദുക്കൾക്കുമെതിരെ തെറി വിളിക്കാൻ അവസരമുണ്ടാക്കുക. അത് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. നമ്മുടെ പിണറായി തമ്പ്രാൻ പറഞ്ഞൊരു സംഭവം എന്തെന്നറിയാമോ? IFFKയിൽ പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കും പിണറായി തമ്പുരാൻ. നോക്കി, ഈ പിണറായി തമ്പുരാൻ ഇതുപോലെ ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ മുമ്പും നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിയിട്ടുണ്ടായിരുന്നു. ആ നടത്തപ്പെട്ട ഒന്നാണിത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നായിരുന്നു പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് ഏതൊരു സംസ്ഥാനം നടപ്പിലാക്കിയാലും ഞമ്മന്റെ സംസ്ഥാനം പൗരത്വ ഭേദഗതി നടപ്പിലാക്കില്ലെന്ന് പിണറായി തമ്പുരാൻ പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞ പിണറായി തമ്പുരാനാണ് ഈ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന സമയത്ത് ഇവിടെ ഭാരത പൗരത്വം ഇല്ലാതെ അനധികൃതമായിട്ട് ഇവിടെ താമസിക്കുന്ന ബംഗ്ലാദേശുകാർക്കും പാകിസ്ഥാനികൾക്കും അഫ്ഗാനിസ്ഥാനികൾക്കും എന്തിനേറെ ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങളിലുള്ള തീവ്രവാദികളുണ്ടല്ലോ, അവരെയൊക്കെ ഇവിടെ നിന്ന് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി കണ്ടെത്തുന്ന സമയത്ത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ആദ്യം ജയിലുണ്ടാക്കിയ ആശാനാണ് ഈ ആശാൻ. ആ ആശാൻ ഉണ്ടാക്കിയ ജയില് ഇവിടെ കൊല്ലത്തുണ്ട്, പോയി അന്വേഷിച്ചാൽ മതി. അതുകൊണ്ട് പൗരത്വ ഭേദഗതി ഇവിടെ നടപ്പിലാക്കില്ലെന്നും പറഞ്ഞ് മദ്രസ പൊട്ടന്മാരെ സുഖിപ്പിക്കുക, ജിഹാദികളെ സുഖിപ്പിക്കുക, ഇസ്ലാമിക ഭീകരത പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ തന്റെ നിലനിൽപ്പ് വീണ്ടും പിടിച്ചു നിൽക്കുക, മൂന്നാമതും അങ്ങോട്ട് ഭരിച്ചു കളയാം എന്നുള്ള ആഗ്രഹം അതൊക്കെ നിലനിർത്തുക, അല്ലെങ്കിൽ ഞമ്മന്റെ മരുവനെ അങ്ങോട്ട് ഏൽപ്പിക്കാം എന്ന ആ ബാപ്പച്ചിയുടെ ആഗ്രഹമുണ്ടല്ലോ, ദുരാഗ്രഹം, അതിനൊക്കെ വേണ്ടി കാട്ടിക്കൂട്ടി നമ്മൾ കണ്ടതാ. അതുകൊണ്ട് പിണറായി വിജയന്റെ പ്രഖ്യാപനം ഏത് രീതിയിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് IFFKയിൽ പ്രദർശനാനുമതി കേന്ദ്രം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായുള്ള കാരണങ്ങളും ഉണ്ടായിരിക്കാം. ആ കാരണങ്ങളൊന്നും മാറ്റാതെ പിണറായി വിജയനല്ല അയാളുടെ മുകളിലുള്ള വിജയന്മാർ വിചാരിച്ചാലും നടക്കില്ല എന്ന് നമ്മൾക്ക് പൗരത്വ ഭേദഗതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പറയാം. ഇനി പൗരത്വ ഭേദഗതി നിയമം മാത്രമാണോ പിണറായി വിജയൻ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞിട്ട് ജയിലുണ്ടാക്കിയ പോലെ വാക്കും തെറ്റിച്ച് വാക്കിന് ചാക്കിന്റെ വില പോലും ഇല്ലെന്ന് തെളിയിച്ചത്? അല്ലെന്നേ. നമ്മൾ കണ്ടു PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി കണ്ടില്ലേ? കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് കോടിക്കണക്കിന് രൂപ ഇവിടെ നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊക്കെ വന്നു ചേരും. അതിൽ നിന്നും വിഘാതം സൃഷ്ടിച്ച് പിണറായി വിജയനും ഞമ്മന്റെ ശിവൻകുട്ടിയൊക്കെ താണ്ഡവാടിയതൊക്കെ നമ്മൾ കണ്ടതാ. പിന്നെ എന്തായി? PM ശ്രീയിൽ പിണറായി വിജയന്റെ സർക്കാർ ഒപ്പിട്ടു. പിന്നെയോ ഈ CPI എന്ന് പറയുന്ന അവരുടെ ഘടകകക്ഷിയെ പോലും അറിയിച്ചില്ല, LDF എന്ന് പറയുന്ന അവരുടെ സംവിധാനത്തിൽ ചർച്ച ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPI ഒരുപാട് മോങ്ങിയത് നമ്മൾ കണ്ടതാ. എന്നിട്ടോ നാണവും മാനവും ഉളുപ്പുമില്ലാത്ത CPIക്കാർക്ക് CPM ഇല്ലാതെ ഒന്നും ആവാത്തത് കൊണ്ട് തന്നെ അവിടെ അടിമകളായി കടിച്ചു തൂങ്ങി നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് PM ശ്രീയിൽ ജീവൻ പോയാലും ഒപ്പിടില്ല എന്ന് പറഞ്ഞ് ഞമ്മന്റെ ശിവൻകുട്ടിയും പിണറായി രായാവും പോയി ഒപ്പിട്ടതും നമ്മൾ കണ്ടതല്ലേ. ഇനി SIR നോക്കാം. SIR ഇവിടെ നടപ്പിലാക്കില്ല, ഇതോ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകും, സുപ്രീം കോടതിയിൽ പോകും എന്ന് കോടതിയിലൊക്കെ ഒന്ന് പോയി നോക്കും ചെയ്തു കേട്ടോ. കുറ്റം പറയാൻ ഒക്കില്ല. അവിടുന്ന് കോടതി പറഞ്ഞു
നടക്കടടാ കണ്ടം വഴി എന്ന് പറഞ്ഞു. കേന്ദ്രം കൊണ്ടുവരുന്ന നിയമം കേന്ദ്രമാണ് നടപ്പിലാക്കുന്നത്, അല്ലാതെ നീയൊക്കെ അത് അനുസരിച്ചാൽ മതി, അതിന് വിഘാതം നിൽക്കേണ്ട നീയൊന്നും എന്നും പറഞ്ഞ് കണ്ടം വഴി ഓടിച്ചു. അതുകൊണ്ട് SIR ഇവിടെ നടപ്പിലായി. ആ SIR പ്രകാരം എത്ര ലക്ഷങ്ങളാണ്, 26 ലക്ഷത്തിനടുത്ത് ആളുകൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കള്ളവോട്ടും അതല്ലെങ്കിൽ അന്യ രാജ്യക്കാർ വരെ നുഴഞ്ഞു കയറിയിട്ടുള്ള ആ വോട്ടേഴ്സ് ലിസ്റ്റും ഇവിടെ കൃത്യമായിട്ട് ശുദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഒന്നും ഉഡായിപ്പ്, ഈ മദ്രസ പൊട്ടന്മാരെ സുഖിപ്പിക്കാൻ പറ്റും, ഇസ്ലാമിക ജിഹാദികളെ സുഖിപ്പിക്കാൻ പറ്റും, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആ വർഗത്തെ നിങ്ങൾക്ക് സുഖിപ്പിക്കാൻ പറ്റും. അല്ലാതെ കേന്ദ്രത്തിന് നീയൊക്കെ വെറും അശുക്കൾ തന്നെയാണ്. കാരണം നിന്റെ ഒന്നും ഒരു വോട്ട് നേടിയിട്ടല്ല കേന്ദ്രം BJP ഭരിക്കുന്നത്. നരേന്ദ്രമോദിജി രണ്ടാമതും ഇനി വരാനിരിക്കുന്ന 3, 4, 5 തവണയൊക്കെ ഈ BJP തന്നെയാണ് ഈ നാട് ഭരിക്കുക. അതുകൊണ്ട് നിന്റെ ഒന്നും പരിപാടി ഇവിടെ നടക്കില്ല. ഇനി നമ്മുടെ സജി ചെറിയാൻ ഉണ്ടല്ലോ, സജി ചെറിയാൻ പണ്ട് പറഞ്ഞിരുന്നു കുന്തവും കൊടച്ചക്രം എന്നൊരു പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെന്തായിരുന്നു? ഭാരത ഭരണഘടന ഞങ്ങൾക്ക് കുന്തവും കൊടച്ചക്രം ആണെന്ന് പറഞ്ഞു. അവസാനം കോടതി ഇടപെട്ടപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ വീഡിയോ സഹിതം പുറത്തു വന്നിട്ടും അല്ലെങ്കിൽ അന്തംകമ്മികളുടെ ഒരു ക്വാളിറ്റി എന്തെന്നറിയാമോ? ഇന്നിപ്പോൾ രാത്രിയാണെങ്കിൽ അവർ പറയുകയാണ് രാത്രിയൊന്നല്ല പകലാണ്, സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കണ്ടില്ല, നട്ടിച്ച നേരാന്ന് പറഞ്ഞാൽ അടിമകളും കൈയടിച്ച് സമ്മതിക്കും. അതാണ് ഈ നേതാക്കന്മാർ. അതുകൊണ്ട് സജി ചെറിയാൻ പറയുകയാണ് 30ാമത് IFFK കേന്ദ്ര വിലക്ക് മറികടക്കാൻ സർക്കാർ അനുമതി നിഷേധിച്ച സിനിമകൾ പ്രദർശിപ്പിക്കും. ചലച്ചിത്ര അക്കാദമിക്ക് മന്ത്രിയുടെ നിർദ്ദേശം. തേങ്ങാക്കൊല നടത്തിക്കും നീയൊക്കെ. കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ, കേന്ദ്രം പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാതെ നീ ഒന്നും ഒരു തേങ്ങയും നടപ്പിലാക്കില്ല. ഇനി നമ്മുടെ ഒരു കമാലുദ്ദീൻ ഉണ്ടല്ലോ, കമാലുദ്ദീൻ, കമൽ ഹാസൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കമലുദ്ദീൻ, ഈ കമലുദ്ദീൻ കമൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കമൽ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഹിന്ദു പേരാണ് കേട്ടത്. പക്ഷെ ഈ കമാലുദ്ദീന്റെ ഒരു പ്രസ്താവന ഉണ്ട്, എന്തെന്നറിയാമോ? ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട, വേണ്ടി വന്നാൽ തിയേറ്ററിന് പുറത്ത് സ്ക്രീൻ കെട്ടി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. സംവിധായകൻ കമലല്ല, കമാലുദ്ദീന. മദ്രസ പൊട്ടറ, മദ്രസ കിതാബ് പഠിച്ചവൻ തന്നെയാണ്. അവന്റെ പ്രസ്താവനയ്ക്ക് ശേഷം അവനൊരു എക്സ്പ്ലനേഷൻ ഒക്കെ ചാനലുകാരോട് കൊടുക്കുന്നുണ്ട്. അവന്റെ മുഖത്ത് നിന്ന് വടിച്ചിങ്ങനെ എടുക്കാം ആ ഇസ്ലാമിക ജിഹാദിയുടെ മദ്രസ പൊട്ടന്റെ ആ മുഖഭാവം ഉണ്ടല്ലോ, ആ വികാരമുണ്ടല്ലോ, അത് വടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നീയൊക്കെ വലിയ വലിയ പ്രസ്താവനകളും നടത്തി ചെയ്യുക തന്നെയുള്ളൂ. കാരണം കേന്ദ്രം ഭരിക്കുന്നത് RSSന്റെ പിന്തുണയോടെ BJP ആണെങ്കിൽ NDA ആണെങ്കിൽ നീയൊക്കെ ഉത്തരവിടുന്നത് ഇവിടെ അനുസരിക്കും, അല്ലെങ്കിൽ അനുസരിപ്പിക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമമായാലും PM ശ്രീ ആയാലും SIR ആയാലും ഇനി അതിനു മുമ്പും ഒരുപാട് പദ്ധതികളൊക്കെ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്, ഒപ്പിട്ടിട്ടുണ്ട്, മോദിജി പറയുന്ന പോലെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് നിനക്ക് പലരെയും സുഖിപ്പിക്കാനുണ്ടായിരിക്കും പിണറായി തമ്പ്രാനെ. നിനക്കൊക്കെ സജി ചെറിയാനെ ഇഷ്ടം പോലെ മദ്രസ പൊട്ടന്മാരെ സുഖിപ്പിക്കാനുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ മദ്രസ പൊട്ടൻ കമാലുദ്ദീനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിന്റെയൊക്കെ ആ മോഹമുണ്ടല്ലോ, അത് തൽക്കാലം നീയൊക്കെ നരേന്ദ്രമോദിജിയുടെ നഖം വെട്ടിത്തരാം, അത് വെച്ചുകൊണ്ട് നീയൊക്കെ നിന്റെ ആശ തീർക്ക് പിണറായി, ആശ തീർക്ക് കമാലുദ്ദീനെ, ആശ തീർക്ക് സജി ചെറിയാനെ എന്ന് പറയാതെ പറയുന്നുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.